ബാവുളിൽ നാദമാണെങ്കിലും വാക്കാണെങ്കിലും അത് സൂചിപ്പിക്കുന്നത് വാക്കിനെത്താത്ത ഇടത്തെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിലും ഒരു നാദമുണ്ട്. ആ നാദത്തിലേക്കുള്ള നമുക്കത് കേൾക്കാനുള്ള ഒരു യാത്രയിലേക്ക് ഏക്താരയാണ് കൂട്ടുവരുന്നത്. അപ്പോൾ ഏക്താരയുടെ നാദം ആദ്യമായിട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിലെ നാദത്തോടാണ് അതിൻ്റെ ഒരു ശബ്ദം പോലെ നമുക്ക് തോന്നുന്നത്. നമ്മുടെ ശരീരം പോലെ തന്നെ ഏറ്റവും എന്താ പറയുക, എല്ലും തോലും ഒക്കെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ ശരീരം പോലെ തന്നെ ചൊരക്കയും മുളയും താഴെ ഒരു ചെറിയ ശംഖിൻ്റെ കഷ്ണവും ഒരു 20 പൈസ തൊട്ടും എല്ലാം വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഉപകരണമാണ് ഏക്താര. നമ്മൾ ആരാണ്, നമ്മളെങ്ങോട്ടാണ് എന്നുള്ള ബേസിക് ചോദ്യങ്ങളിലുള്ള ഒരാഴപ്പെടലാണ്.